ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നമ്മുടെ 2024 കഴിയാൻ ഇനി വളരെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2024 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്സ് ആണോ ഡൗൺ ആണോ കൂടുതൽ? ഫോർ മീ ഒരു റോളർ കോസ്റ്റ് ആയിരുന്നു, മിശ്രിതം ആയിരുന്നു. അപ്സും ഉണ്ടായിരുന്നു, ഡൗണും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓവറോൾ 2024 എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മിക്ക ആൾക്കാർക്കും ഡൗൺ ആയിരുന്നു. ബിക്കോസ് കുറേ പേർക്ക് തീരാ നഷ്ടങ്ങളുണ്ടായി. എനിക്ക് തോന്നുന്നു തീരാ നഷ്ടങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. സന്തോഷത്തിനേക്കാളും കുറേ പേർക്ക് സങ്കടങ്ങളുണ്ടായി. അങ്ങനെ 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 കുറേ പ്രകൃതി ദുരന്തങ്ങൾ, കുറേ ആക്സിഡൻറ്റ്സ്, കുറേ നഷ്ടപ്പെടലുകൾ, അങ്ങനെ അങ്ങനെ നഷ്ടങ്ങളുടെ മാത്രം തട്ട് താന്നിരിക്കുകയാണ് 2024. നേട്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ കൂടിയിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നേ പറഞ്ഞുള്ള റോളർ കോസ്റ്റ് ആയിരുന്നു. യൂട്യൂബിൽ ഞാൻ കുറേ ആക്റ്റീവായിരുന്നു ഈ ഒരു വർഷം. അതുകൊണ്ട് തന്നെ നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടി. പിന്നെ മോണിറ്റൈസേഷൻ കുറച്ചും കൂടെ ആവാനുണ്ട്. അതെൻ്റെ ഈ കണ്ടൻറ്റ് ഇല്ലായ്മയും പിന്നെ ഈ സമയം ദുർലഭം ഇതൊക്കെയാണ് മെയിൻ കാരണം. 2025 തൊട്ട് ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിൽ വീഡിയോസ് ഇടും എന്നൊന്നും എനിക്ക് ഇപ്പം ഗ്യാരണ്ടി പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് സമയം അങ്ങനെയാണ്. നല്ല സാധനമാണെങ്കിൽ മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇടുകയുള്ളൂ. പിന്നെ എനിക്കും കൂടെ തോന്നണം, ചുമ്മാ വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എല്ലാ ദിവസത്തെ പോലെയും രാവിലെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉറക്കമൊക്കെ നേരത്തെ എണീറ്റത്. ബിക്കോസ് ഇല്ലെങ്കിൽ എനിക്ക് തന്നെ തോന്നും December 31 ആയിട്ട് പോലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ, വെറുതെ റിഗ്രറ്റ് ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയുടെയും സൂപ്പർ വിഷസാണ് ഞാൻ നേരുന്നത്. പിന്നെ വരാനുള്ളതൊക്കെ നമ്മൾ അനുഭവിക്കുക, അതിന് താങ്ങാനുള്ള കെൽപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. ഈ 2024 ഒരുപാട് തീരാ നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് എല്ലാം വിധിയാണ്, എല്ലാം സഹിക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് പഠിച്ചവൻ അങ്ങനെ ഒരു കെൽപ്പ് നമുക്ക് തരട്ടെ. പിന്നെ നേട്ടങ്ങൾ നെയ്തവർക്ക് കൺഗ്രാറ്റ്സ്. നിങ്ങളും ഇന്നും നേട്ടങ്ങൾ നേടട്ടെ, നേട്ടങ്ങൾ കൊയ്യട്ടെ. നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വിഷസ്. എന്നെപ്പോലെ നമ്മൾ പരിശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രകൃതിക്ക് വിട്ടു കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്താലും ആത്മാർത്ഥതയോടു കൂടിയിട്ട് ചെയ്യുക. പക്ഷെ നമ്മളല്ലാതെ വേറൊരാളായിട്ട് ജീവിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാം നല്ലതായിട്ട് ഭവിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുതുവത്സരം ആശംസകൾ ഞാൻ ആശംസിക്കുന്നത്. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഇപ്പം ഒരു 10 ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും മാക്സിമം നമ്മൾ സാധിപ്പിക്കുക. അത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക. വലിയ വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുക, കുഞ്ഞു നമ്മളേതായിട്ടുള്ള രീതിയിൽ അതങ്ങ് സാധിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പുതുവത്സര വിഷസ്. അപ്പം ബൈ ബൈ.